ഭൂമി കയ്യേറ്റക്കാരെ സഹായിക്കുവാൻ ഒത്തുകളിച്ച റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒത്തൊരുമിച്ച് നിന്ന് പണിയെടുപ്പിച്ച് ഒരു പാഠം പഠിപ്പിച്ച് വിജയം നേടിയതിലുള്ള സന്തോഷത്തിലാണ് ഒക്കൽ നിവാസികൾ. സംഭവം ഇങ്ങനെയാണ്. ഇക്കഴിഞ്ഞ മെയ് മാസം 24-ാം തീയതി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ കുണ്ടൂർ തോടിന് കരയിലുള്ള 30ഓളം വീടുകളിൽ വെള്ളം കയറി. കുണ്ടൂർ തോട് കരകവിഞ്ഞതാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണം. മുട്ടറ്റം വെള്ളത്തിൽ മാലിന്യവും ഇഴജന്തുക്കളും വരെ ഒഴുകിയെത്തി. ഇതോടെ ഇവിടത്തെ വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തു. കുണ്ടൂർ തോടിൻ്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതാണ് ഇതുവഴിയുള്ള നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ഒരുപോലെ പറഞ്ഞു. നാട്ടുകാരുടെ ഈ പരാതിക്ക് ഏതാണ്ട് 12 വർഷത്തെ പഴക്കവുമുണ്ട്. എന്നിട്ടും റവന്യൂ വകുപ്പ് ഈ പരാതികൾ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഇപ്പോൾ വീടുകളിൽ വെള്ളം കയറിയതോടെ നാട്ടുകാരുടെ പ്രശ്നത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടു. ദുരന്ത നിവാരണത്തിൽപ്പെടുത്തി എത്രയും വേഗം സ്ഥലമളന്ന് തിട്ടപ്പെടുത്തി തോട് കയ്യേറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്ന് കളക്ടർ തഹസിൽദാർക്ക് നിർദ്ദേശവും നൽകി. ഇതോടെ ഇടപെടലുകൾ ദ്രുതഗതിയിലായി. താലൂക്ക് സർവേയർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കയ്യേറ്റം കണ്ടെത്തുവാനുള്ള അളവ് നടപടികൾ ആരംഭിച്ചു. ഒരു പകൽ മുഴുവൻ അളന്നിട്ടും പ്രധാനപ്പെട്ട കല്ലുകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വന്നത് നാട്ടുകാരിൽ അപ്പോഴേ സംശയമുണർത്തി. കയ്യേറ്റക്കാരെ സഹായിക്കുവാനാണോ ഇവരുടെ പോക്ക് എന്ന സംശയവും നാട്ടുകാരിൽ ഉയർന്നു. എങ്കിലും ജൂൺ 1-ന് ബാക്കി നടപടികൾക്കായി എത്താമെന്ന് ഉറപ്പു നൽകി ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു. അവിടെയാണ് സംഗതികളുടെ ട്വിസ്റ്റ്. ജൂൺ 1-ന് ഉച്ചയ്ക്ക് 12 മണിയായിട്ടും ഉദ്യോഗസ്ഥരെ കാണാതെ വന്നതോടെ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിയാസിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ഒരുമിച്ച് കുന്നത്തുനാട് തഹസിൽദാരുടെ ഓഫീസിലേക്കെത്തി. അപ്പോഴാണ് അറിഞ്ഞത് അളവ് നടപടികൾക്കായി ആദ്യ ദിവസമെത്തിയ ഉദ്യോഗസ്ഥർ ലീവിലാണ് എന്നുള്ള കാര്യം. തങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്ന് ബോധ്യമായതോടെ നാട്ടുകാരും ജനപ്രതിനിധികളും ഒന്നടങ്കം പ്രതിഷേധിച്ചു. തഹസിൽദാരെ മുറിയിൽ നിന്ന് പുറത്തിറക്കി വിടാതെയായിരുന്നു ഇവരുടെ പ്രതിഷേധം. സർവേയർമാരെ കിട്ടാതെ തങ്ങൾ പോകില്ല എന്ന് ഒക്കലുകാർ നിലപാടുമെടുത്തു. ഇതോടുകൂടി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടു. തഹസിൽദാർ ഉടൻ തന്നെ ഇടപെട്ട് അവിടെയുണ്ടായിരുന്ന മറ്റൊരു താലൂക്ക് സർവേയറെ അളവിനായി ചുമതലപ്പെടുത്തി. ഈ ഉദ്യോഗസ്ഥരും ഉരുണ്ട് കളിച്ചുവെങ്കിലും പിടിച്ച പിടിയാലെ കൊണ്ടുപോയി നടപടികൾ നടത്തിച്ചെടുക്കുകയായിരുന്നു ഈ നാട്ടുകാർ. ജൂൺ 1-ാം തീയതി ബാക്കി വന്ന നടപടികൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജൂൺ 5-ാം തീയതി പൂർത്തീകരിച്ച് കുണ്ടൂർ തോടിൽ കയ്യേറ്റമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് കല്ലിട്ടതിന് ശേഷം മാത്രമാണ് ഒക്കലുകാർ പെരുമ്പാവൂരിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോടുള്ള തങ്ങളുടെ സന്ധിയില്ലാ സമരം അവസാനിപ്പിച്ചത്. സ്ഥലം അളന്ന് കല്ലിട്ടതോടുകൂടി ഇനി കയ്യേറ്റം ഒഴിപ്പിച്ചെടുക്കേണ്ടുന്ന നടപടികൾ മാത്രമാണ് ബാക്കി. പഞ്ചായത്തിന് തുടക്കം മുതൽ ഇതിന് ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പറയുന്നത് നമുക്ക് ഈ പറയുന്ന റവന്യൂ വിഭാഗത്തിൽ നിന്നും കൃത്യമായിട്ട് വന്ന് സർവേയർമാർ വന്ന് അത് അളന്ന് കുറ്റി തിരിച്ച് തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ തോട് ഞങ്ങൾ കയ്യേറ്റം പൊളിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരിക്കുന്നത്. അതേ സ്റ്റാൻഡിൽ തന്നെയാണ് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടാണ് ഇതിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഒരു നാടിനെ മുഴുവൻ ബാധിക്കുന്ന കാര്യമായാൽ പോലും ഉദ്യോഗസ്ഥരിൽ ചിലർ സ്വാധീനങ്ങൾക്കും പണക്കൊഴുപ്പിനും കീഴ്പ്പെട്ട് അന്യായത്തിന് കൂട്ടുനിൽക്കുമ്പോൾ ന്യായത്തിൻ്റെ പക്ഷത്തു നിന്നും ഇതുപോലുള്ള ജനകീയ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഓർത്താൽ നല്ലത്.